അല്ല, അതല്ലേ പറഞ്ഞത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അല്ല, അത് തെരഞ്ഞെടുപ്പ് സമയത്തെ സഹായം എന്ന നിലയിലാണ് കണക്ക് കൂട്ടിയത്. പിന്നീട് തിരിച്ചു വേണമെന്ന് പറഞ്ഞു, തിരിച്ചു കൊടുത്തു, അത്ര ഉള്ളൂ. അല്ല, അത് ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ നിയമപരമായിട്ട് വരുമ്പോൾ പറഞ്ഞോളാം. പത്തനംതിട്ട മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ MP ആണ് ആന്റോ ആന്റണി. ആ ആന്റോ ആന്റണി 2 കോടി രൂപ വാങ്ങിയെന്ന ഒരു സാമ്പത്തിക സ്ഥാപനത്തിന്റെ മുതലാളി വന്ന് ആരോപണം ഉന്നയിക്കുകയാണ്. സ്വാഭാവികമായും നമ്മുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? അതിന്റെ സത്യാവസ്ഥ നമ്മൾ വാങ്ങിയത് എത്രയാണോ അത് പൊതുസമൂഹത്തോട് പറയുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കടമയെന്ന് പറയുന്നത്. ഇവിടെ ആന്റോ ആന്റണി എത്ര രൂപ വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത്. അതല്ലെങ്കിൽ പുതിയ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പറയാൻ മറുപടിയില്ല. എത്ര രൂപ വാങ്ങിയെന്ന് പറയാൻ ആന്റോ ആന്റണിക്ക് മറുപടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം, വസ്തുത. അതെന്തുകൊണ്ടായിരിക്കാം വാങ്ങിയ തുകയുടെ കണക്കിൽ ആന്റോ ആന്റണി മൗനം പാലിക്കുന്നത്? അവിടെയാണ് ദുരൂഹത നിൽക്കുന്നത്. സുജു ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ആന്റോ ആന്റണിയോട്, താങ്കൾ എത്ര രൂപയാണ് വാങ്ങിയതെന്ന്. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏത് പറഞ്ഞു? തുകയുടെ കണക്ക് ഇതുവരെ ആന്റോ ആന്റണി പറഞ്ഞിട്ടില്ല എത്ര രൂപ വാങ്ങിയെന്ന്. എന്തുകൊണ്ടായിരിക്കാം സുജു ആ തുകയുടെ കണക്ക് ആന്റോ ആന്റണി പറയാതിരിക്കുന്നത്? തീർച്ചയായിട്ടും അവിടെയാണ് ആന്റോ ആന്റണി പ്രതിസന്ധിയിലാകുന്നത്. മനു, ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത ബൈറ്റ് ശ്രദ്ധിക്കുമ്പോൾ ആന്റോ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ? അതായത് എനിക്ക് നിയമപരമായ നോട്ടീസ് ലഭിക്കുമെന്ന്, നോട്ടീസല്ല, എനിക്ക് നിയമപരമായി അവർ നേരിടുമ്പോൾ ആരാണ് NM രാജു നിയമപരമായി ഇതിന് പരാതിയുമായി മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ നിയമപരമായി മറുപടി കൊടുത്തോളാം. അതായത് NM രാജു കേസ് കൊടുക്കുകയാണെങ്കിൽ താൻ മറുപടി കൊടുക്കാം. അല്ല, തനിക്കെതിരെ ഉയർത്തിയ ഈ ഗുരുതരമായ സാമ്പത്തിക ഇടപാടിലെ ആരോപണത്തിൽ താൻ ഡിഫമേഷൻ ഫയൽ ചെയ്യുന്ന ആന്റോ ആന്റണി പറയുന്നില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ല പറയേണ്ടത്. താൻ നിരപരാധിയാണെങ്കിൽ നമ്മൾ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നുണ്ട് തനിക്കെതിരെ വന്നിരിക്കുന്ന വ്യാജ ആരോപണം, ഈ ആരോപണത്തിൽ എന്ത് ചെയ്യും? താൻ ഡിഫമേഷൻ ഫയൽ ചെയ്യും, മാനനഷ്ട കേസ് ഫയൽ ചെയ്യും. ആന്റോ അങ്ങനെ പറയാൻ തയ്യാറല്ല. NM രാജു കേസ് കൊടുക്കുവാണെങ്കിൽ ആ കേസ് കൊടുക്കുമ്പോൾ ഞാൻ മറുപടി നൽകാമെന്നാണ് ആന്റോ പറയുന്നത്. അതായത് ആന്റോയ്ക്ക് NM രാജുവിനെ നിന്ന് പരസ്യമായി വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ NM രാജുവിൻ്റെ ആരോപണം വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിഫമേഷൻ ഫയൽ ചെയ്യാൻ പോലും ധൈര്യമില്ല. അത്ര വളരെ സംഘടനമായ അവസ്ഥയിൽ കൂടിയാണ് ആന്റോ ആന്റണി പോകുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തിനു വേണ്ടി ഫണ്ട് മേടിച്ചു? നമ്മൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിലാണോ ഫണ്ട് മേടിക്കുന്നത്? അപ്പോൾ പറഞ്ഞാൽ സ്ഥാനാർത്ഥികളെല്ലാം പൈസ മേടിക്കും, സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് ഇലക്ഷൻ സമയത്താണ് ഫണ്ട് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് മേടിച്ചത്? നിങ്ങൾ ചെക്കായിട്ടാണോ ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പം ആന്റോ പറഞ്ഞു അതെനിക്ക് ഓർമ്മയില്ല. അപ്പം ആന്റോ പറയുന്നുണ്ട്, ഈ പൈസ ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ തുക പറയില്ല. തുക ഓർമ്മയില്ലെന്നല്ല, തുക പക്ഷേ മാധ്യമങ്ങളോട് പറയത്തില്ല. എന്നാൽ അങ്ങനെ മേടിച്ച പണത്തെക്കുറിച്ച് ഓർമ്മയുണ്ട്, കൊടുത്തതിനെപ്പറ്റി ഓർമ്മയുണ്ട്, പക്ഷേ തുക എത്ര എന്ന് അദ്ദേഹത്തിന് അറിയാം, പക്ഷെ ആ തുക പറയില്ലെന്നും പറഞ്ഞു. പക്ഷേ അത് എങ്ങനെ കൈപ്പറ്റിയെന്ന് ആന്റോ പറയാൻ തയ്യാറാവുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ക്യാഷായിട്ടാണ് കൈപ്പറ്റിയെങ്കിൽ ഈ പറഞ്ഞ രാജ്യത്തിലെ RBIയുടെയും റൂൾസിന് വിരുദ്ധമായി മാറും. 2016 ശേഷമായതുകൊണ്ട് ഇനി ക്യാഷായിട്ടാണ് മേടിക്കുന്നത്, അത് നിയമവിരുദ്ധമായി മാറും. ഇനി അതല്ല, NM രാജു പറഞ്ഞത് അനുസരിച്ച് 2 കോടി രൂപയാണ് മേടിച്ചെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ കണക്കുകൾ അവതരിപ്പിച്ചത് ആന്റോ ആന്റണി തെറ്റാണെന്ന് വരും. അതിൻ്റെ പേരിൽ അടുത്ത നിയമ നടപടി നേരിടാനായിട്ട് വരും. അപ്പോൾ ആന്റോ ഈ 2 കാര്യത്തിലും ഒളിച്ചെളുത്തിട്ടുണ്ട്. മനു, ഇവിടെ മറന്നു പോകേണ്ടാത്തൊരു കാര്യമുണ്ട്. NM രാജു നിഷേധിച്ചെങ്കിൽ പോലും CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ആരോപണം മുമ്പോട്ട് വെച്ചത്. അതായത് തന്ത്രി കണ്ഠരര് രാജീവര്, അതായത് ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിൽ ഇപ്പോൾ അഴിക്കുള്ളിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവര് തിരുവല്ലയിലൊരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 2 കോടി രൂപ നിക്ഷേപിച്ചെന്നും ആ സ്ഥാപനം പൂട്ടിപ്പോയപ്പോൾ തന്ത്രി അത് വീണ്ടെടുക്കാൻ ശ്രമിച്ചില്ലെന്നും ഒരു കണ്ടെത്തലാണ്. ആ സ്ഥാപനം NM രാജുവിൻ്റെ നെടുമ്പർബിൽ ഫിനാൻസ് ആണെന്ന് ഉദയഭാനു പറയുന്നു. അതേ സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണി 2 കോടി രൂപ കൈപ്പറ്റിയെന്നും ഉദയഭാനു ആരോപിക്കുന്നു. ഇത് കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയം, ഏതെങ്കിലും തരത്തിൽ തന്ത്രിയുടെ കയ്യിൽ നിന്ന് കള്ളപ്പണം ആന്റോ ആന്റണി കൈപ്പറ്റിയാണെന്ന സംശയമാണ് ജനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ അന്വേഷണം വേണമെന്ന് KP ഉദയഭാനു പറഞ്ഞു വെക്കുകയും ചെയ്തു. തിരുവല്ലയിൽ ആ സമയത്ത് പൂട്ടിപ്പോയ, ഈ കാലഘട്ടങ്ങളിൽ പൂട്ടിപ്പോയ കുറേയധികം ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് NM രാജുവിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധ്യമല്ല. എന്നാലും അങ്ങനെയാണ് KP ഉദയഭാനു ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആന്റോ ആന്റണി മനു ആദ്യം പറഞ്ഞ ചെസ് നമ്പർ 2 ആയിട്ട് വരുമ്പോൾ അതിന് കൂടുതൽ തെളിവുകൾ, അല്ലെങ്കിൽ ആന്റോ ആന്റണി ചെസ് നമ്പർ 2 എന്ന തരത്തിൽ സംശയത്തിന് മുന്നിൽ കൂടുതലാകുകയാണ്. അതിൽ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിനെക്കാട്ടുള്ളത്, ആന്റോ ആന്റണി നമ്മൾ ചോദിക്കുമ്പോൾ ആന്റോ ആന്റണി പ്രകോപിതനാകുന്നുണ്ട്. ആ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആന്റോ ആന്റണിയെ SIT അന്വേഷണത്തിന് വിളിച്ചിട്ടുണ്ടോ?
SIT ചോദ്യം ചോദിച്ചിട്ടുണ്ടോ, SIT ഏതെങ്കിലും അപ്പോഴാണ് ആന്റോണിക്ക് ദേഷ്യം എന്ന് പറയുന്നത്. ആദ്യം പോയി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യട്ടെ, അടൂർ പ്രകാശിനെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ വിളിപ്പിച്ചിട്ടാണ് ദേഷ്യം. അവിടെയും തന്നെ വിളിച്ചിട്ടില്ല, തന്നോട് വിവരങ്ങൾ ആരാഞ്ഞിട്ടില്ല എന്ന് ആന്റോ ആന്റണി പറയുന്നില്ല. അങ്ങനെ ഈ കാര്യത്തിൽ പരിശോധിക്കുമ്പോൾ 2 കോടി രൂപ എത്ര രൂപ മേടിച്ചെന്ന് പോലും പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടത് മറച്ചു വെക്കുന്ന ചോദ്യത്തിനും ആന്റോയ്ക്ക് ഉത്തരവുമില്ല. നമ്മളൊക്കെ സുഹൃത്തുക്കളല്ലേ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞില്ലേ എന്നാണ് ആന്റോ ആന്റണി പറയുന്നത്.